ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ന് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഈ മേക്കപ്പ് ഞാൻ നേരത്തെ ഇടാറാണ് പതിവ്, പക്ഷേ ഇന്ന് ഇത്തിരി താമസിച്ച് പോയി. കാരണം എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിന് മുന്നേ എനിക്കൊരു കല്യാണത്തിന് പോകണമുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോയിട്ട് വന്നിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിന് മേക്കപ്പ് ഇടാൻ തന്നെ വന്നത്. അപ്പോൾ പ്രോഗ്രാം 8:30-ക്കാണ്, പക്ഷേ ഞാനിപ്പോൾ റെഡി ആയപ്പോൾ ഒരു 7:30 അല്ല ആ ഒരു ടൈമൊക്കെ ആയി. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത് നമ്മൾ നേരത്തെ കൈകൊട്ടിക്കളി നടത്തില്ലേ അതേ അമ്പലത്തിലാണ്. അതായത് നാവായിക്കുളം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അങ്ങനെ എന്തേ നമ്മൾ ബസ്സിൽ കയറി 8:30-ക്കാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും അവിടെ എത്തണമല്ലോ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ബസ്സിൽ കയറി ഇപ്പോഴത്തെ അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഫൈനലി നമ്മളങ്ങനെ അമ്പലത്തിലെത്തി. അങ്ങനെ എല്ലാവരും ഇതേ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഈ വരുന്നത് എൻ്റെ ചേട്ടനാണ്. ചേട്ടനെ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ചേട്ടൻ്റെ ഒരു ഭരതനാട്യത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഷോർട്സിലാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് വരിക. അങ്ങനെ ദേ നമ്മുടെ ഈ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനങ്ങളെല്ലാം അവിടെ പറക്കി വെക്കണ്ടേ, അതുകൊണ്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഡാൻസ് ടീച്ചറിനാണ്. ടീച്ചറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാനൊരു വീഡിയോയിൽ ടീച്ചറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ അവിടെ നമ്മൾ പോയപ്പോൾ തന്നെ അവിടെ ഒരു കൈകൊട്ടികൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പാട്ടൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു കളിക്കണമെന്ന് തോന്നി. ചുമ്മാ വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മളും കയറി കളിച്ചു. അങ്ങനെ നമ്മൾ സ്റ്റേജിൽ കയറി നമ്മളായിട്ട് നമ്മൾ പെർഫോമൻസ് ചെയ്തു. നമ്മൾ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ അഭിപ്രായമൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നു. അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സ് കയറി. ഇത് അവരുടെ ഒരു മൂകാംബിക ദേവിയുടെ ഐറ്റമാണ്. ഇത് അടിപൊളി ഐറ്റമാണ്. അവർ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റേതായ ഫീഡ്ബാക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കൊരു പുതിയ ഐറ്റം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് തെയ്യത്തിൻ്റെ ഐറ്റമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡ്രസ്സാണിത്. അങ്ങനെ അത് കളിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ കയറി അടിച്ച് തിമിർത്ത് കളിച്ചു. പുതിയ ഐറ്റം കൂടെ ആയതുകൊണ്ട് നമുക്ക് കളിക്കാൻ ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ഫീഡ്ബാക്ക് ആയിരുന്നു. എല്ലാവരും പറഞ്ഞു ആ തെയ്യത്തിൻ്റെ ഐറ്റം അടിപൊളിയായിരുന്നെന്ന്. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ കളിച്ച് തീർന്നിട്ട് അതിനെപ്പറ്റി ഒരു നല്ല അഭിപ്രായം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. അപ്പം നമ്മൾ ആ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ അടിച്ച് തിമിർത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ മൂകാംബിക ദേവിയുടെ ഐറ്റമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് കിട്ടിയപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് കളിച്ചിരുന്ന ഐറ്റം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഐറ്റവും കൂടെ ഉണ്ടായിരുന്നു കളിക്കാനായിട്ട്. പക്ഷേ സമയം ഒരുപാടായതുകൊണ്ട് തന്നെ നമുക്ക് കളിക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ 8:30-ക്കെന്നാണ് നമ്മുടെ പ്രോഗ്രാം പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ കളിച്ചത് 9:30-ക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് നല്ല പെരുമഴ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതേ സ്റ്റേജിൽ തന്നെ വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയപ്പം സമയം കുറേയൊക്കെ ആയിപ്പോയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.